രാത്രി കഴുകി അടുക്കി പെറുക്കി വെക്കുന്ന പാത്രങ്ങളെല്ലാം രാവിലെ വന്ന് ഇങ്ങനെ പെറുക്കി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയൊക്കെ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നീറ്റായി കാണുമ്പോൾ കിട്ടുന്നൊരു സമാധാനം. അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. രാവിലെ വന്നതെല്ലാം അടുക്കി പെറുക്കി അടുക്കളയിൽ മിനിമൽ സാധനങ്ങൾ മാത്രം കാണുന്ന രീതിയിലിരിക്കുമ്പോൾ കാണുമ്പോഴാണ് ഒരു സന്തോഷം. അപ്പോഴാണ് കുക്കിംഗ് ഒക്കെ ഒന്നുകൂടെ തുടങ്ങാനായിട്ട് എൻ്റെ മനസ്സങ്ങോട്ട് റെഡിയാവുന്നത്. ഇന്നിപ്പോൾ ദാ എനിക്ക് കാപ്പിക്ക് അപ്പമാണ്. അപ്പം ഞാൻ എന്താ ദോശ പോലെ ചുട്ടെടുക്കുകയാണ്. അപ്പച്ചട്ടിയൊക്കെ എടുത്ത് വെച്ച് ചുടാനുള്ള മടി കാരണമാണ് ഒരടുപ്പിൽ തന്നെ അപ്പവും ചമ്മന്തിക്കറിയും ചായയോ എല്ലാം ഒരേ സമയം തന്നെ റെഡിയാക്കി. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുഞ്ഞിപ്പോൾ രാവിലെ സ്കൂളിൽ പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ നല്ല മടിയുണ്ട്. ആരെങ്കിലുമൊക്കെ കൂടെ ഉള്ളപ്പോഴാണല്ലോ നമുക്ക് കൂടെ ഇരുന്ന് കഴിക്കാനും ഇതിനൊക്കെ ഒരു എനർജി കിട്ടുന്നത്. അപ്പോൾ ആളിന് സ്കൂളിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും സ്നാക്സും ഒക്കെ. അതുകൊണ്ട് എനിക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ നേരെ ചോറും അടുപ്പത്തിട്ടിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അപ്പം പോലത്തെ ദോശയും ചമ്മന്തിക്കറിയും ചായയാണ്. ഞാൻ അതിൻ്റെ ഒരു ഫേവറേറ്റ് ഷോയും ഇട്ട് ടി വിയിൽ അതും കണ്ട് ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അല്ലെങ്കിൽ കുഞ്ഞപ്പൻ എപ്പോഴും എൻ്റെ സൈഡിൽ കാണും. അവളോട് വർത്താനം പറഞ്ഞ് അവൾക്ക് ദോശ പിന്നി കൊടുത്തു. ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാറ്. ഇന്നിപ്പോൾ ഇവിടെ കിച്ചൻ്റെ അവിടെ എന്തോ പണിക്ക് ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്ത് കഴുകിയിട്ടിരുന്ന തുണികളൊക്കെ ഇങ്ങ് പറക്കിയെടുക്കുകയാണ്. അല്ലെങ്കിൽ അവർ ഡ്രില്ല് ചെയ്യുമ്പോഴും പൊടി ഇതൊക്കെ ആവും. എനിക്കാണെങ്കിൽ പൊടി സൈഡിൽ കൂടി പോയത് അപ്പം അലർജിയും തുമ്മലും വരും. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ AC വന്ന കുറച്ച് കാർഡ് ബോർഡും മറ്റ് തെർമോക്കോളും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ് കേട്ടോ. ഞാൻ പ്രൊഫഷണലായിട്ട് വരയ്ക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഡ്രോയിങ് ആയിട്ടുള്ള റിലേറ്റഡ് റീൽസൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഒരു മൂഡ് വന്നു. അങ്ങനെ ഞാൻ കരുതി ഓക്കെ ഞാനും എന്തെങ്കിലും വരയ്ക്കാം. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ നിങ്ങളിതാരും കണ്ടിട്ട് ഇതൊന്നും വെച്ച് എൻ്റെ വില ഇരുത്തുന്നത്. കാര്യം എനിക്ക് നേരെ ചെവ്വേ വരയ്ക്കാൻ അറിയില്ല. എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ അത് നോക്കി അതേപോലെ കോപ്പി അടിക്കാൻ അറിയാം. അത് വെച്ചിട്ടാണ് ഞാൻ ഈ പ്രഹസനമൊക്കെ കാണിക്കുന്നത്. ലൈക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇത് കണ്ടിട്ട്. ഇപ്പോൾ ഒരു പാൻഡയുടെ ഒരു സാധനം വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഈ സിനിമ എത്ര പേർക്ക് മനസ്സിലായി എന്ന് പറയണം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സിനിമ. അങ്ങനെ അതിൻ്റെ ആദ്യത്തെ സംരംഭം വളരെ വിജയകരമായി. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ ഇതിങ്ങനെ എവിടെ വെക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഹാളിൽ കയറി വരുമ്പോൾ ഒരു ഷോക്കേസ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ തന്നെ കുട്ടപ്പനെ കൊണ്ടുപോയി വെക്കാം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. അങ്ങനെ ഞാൻ നേരെ ഈ സാധനം എടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ നിറയെ സ്ഥലമുണ്ട്. ഇനിയും എന്തുകൊണ്ട് ഇതുപോലെ വരച്ച് അതിനകത്ത് നിറച്ചുകൂടാന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് എന്നാൽ പിന്നെ അടുത്തതും കൂടി വരച്ച് കളയാമെന്ന് ഞാൻ ആലോചിച്ചത്. പക്ഷേ അടുത്തത് ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഞാനൊരു കുഞ്ഞ് കൃഷ്ണനെ വരയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. ഇത് കൃഷ്ണനായോ അല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കണം. ആരും എന്നെ കുറ്റം പറയരുത്. എൻ്റെ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതല്ലേടാ ഇത്. അത് മാത്രമല്ല ഇതൊക്കെ നമ്മുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കുറയ്ക്കും കേട്ടോ. നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാനുള്ള ഒരു സമയം ഗ്യാപ്പൊന്നും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടത്തില്ല. ഒരു ദിവസം എങ്ങനെ ഓടിപ്പോയി എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കാര്യം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മറന്ന് ഫുഡ് പോലും കഴിക്കാൻ മറന്നിട്ടാണ് ഞാൻ ഇരുന്നത്. എനിക്കൊന്നും ഞാൻ രാവിലെ ഒരു 10-11 ആ സമയത്ത് ഇരുന്നതാണ് വന്ന് ഇതും പിടിച്ചിട്ട്. അങ്ങനെ ഒരുവിധം ഞാനത് കംപ്ലീറ്റ് ചെയ്തോന്ന് വെച്ചാൽ ഇനി കുറച്ച് ഔട്ടർ ലൈൻസൊക്കെ തിക്കൻ ചെയ്യാനുണ്ട്. ബാക്കിയൊക്കെ ഒരു ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ മൂക്ക് മിസ്സാണെന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇനി മൂക്ക് വരയ്ക്കണം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ 3 മണിയായി ഇതാ കുഞ്ഞുണ്ണിയും വരാറ്. അങ്ങനെ എൻ്റെ കൃഷ്ണനെയും പാണ്ഡ്യയും ഞാൻ ആ ഷോക്കേസിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.